താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് നടൻ ദേവൻ. അധികാരസ്ഥാനത്ത് വന്നാൽ സംഘടനയിലെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുമെന്നും നടൻ. നേരത്തെ വനിതാ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി നടൻ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്ന സൂചന നൽകിയിരുന്നു. അമ്മ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തത് എതിരാളിയെ നോക്കിയല്ലെന്നും ആരു മത്സരിച്ചാലും താൻ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും ദേവൻ പറഞ്ഞു. ഒരു പാനലിലും ആയിരിക്കില്ല മത്സരിക്കുക. 80% അംഗങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് കരുതുന്നത്. സ്ത്രീസമത്വം നല്ലതാണെങ്കിലും പുരുഷന്മാർ കൊടുക്കുന്ന ദാനമാകരുത് സ്ത്രീകളുടെ പദവി. വിഘടിച്ചു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കുകയാണ് തന്റെ ദൗത്യം. അധികാരസ്ഥാനത്ത് വന്നാൽ സംഘടനയിലെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുമെന്നും നടൻ വ്യക്തമാക്കി. ഞങ്ങൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ പ്രാതിനിധ്യത്തിനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സീറ്റ് മാറുന്നു. എന്നിട്ട് ആ സീറ്റിലേക്ക് ശ്വേതാ മേനോൻ പോയിരുന്നാൽ ശ്വേതാ മേനോട് അത് നാണക്കേടല്ലേ? അല്ല, സ്ത്രീകൾക്കും നാണക്കേടല്ലേ? കാരണം ഒരു പുരുഷൻ്റെ ഒരു ഔദാര്യമാണത്. അല്ലല്ല, സ്ത്രീകൾ എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. അല്ലാതെ ഞാൻ മാറുന്നു, നമ്മുടെ ശ്വേതാ മേനോൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശ്വേതാ മേനോനൊരു അതൊരു ഇൻസൾട്ട് അല്ലേ? ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു ശ്വേതാ മേനോൻ, ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു വിമൻഹുഡ്. വാർത്താ സമ്മേളനം നടത്തിയാൽ നോമിനേഷൻ തള്ളുമെന്ന് ചിലർ ഭീഷണിപ്പെടുത്തി. അങ്ങനെ വന്നാൽ കോടതിയെ സമീപിക്കുമെന്നും ദേവൻ പറഞ്ഞു. നേരത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ശ്വേതാ മേനോന് പിന്തുണ നൽകി ജഗദീഷ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയേക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ദേവനെയും ജഗദീഷിനെയും കൂടാതെ 5 പേർ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇതിൽ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയതിനെ തുടർന്ന് 6 പേരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ഈ മാസം 31-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ജനം, കൊച്ചി.